ധന്യ പറഞ്ഞത് ശരിയാ. എല്ലാം സന്ദർഭങ്ങൾക്കനുസരിച്ച് സംഭവിച്ചു പോകുന്നതാ. ആ സമയത്ത് നമ്മൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാനൊന്നും ജീവിതത്തിലൊരു വഴിയുമില്ല. എന്തായാലും കാര്യങ്ങൾ വിദ്യമോളെ അറിയിച്ചല്ലോ. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. എന്താ വന്നു ഭവിക്കേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. സൂരജിന്റെ കാര്യത്തിൽ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പൊ എന്തായാലും സൂരജിനെ കണ്ടുപിടിച്ച് തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് ആദർശേ. ഇത് തന്നെയാ സൂരജിന്റെ മുത്തച്ഛനും ആദ്യം പറഞ്ഞത്. പക്ഷേ ബീനാന്റെ അടക്കം എല്ലാവരും ചേർന്നാണ് സൂരജിനെ മാറ്റിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞപ്പോ മുത്തച്ഛന് മറുപടി ഇല്ലാതായിപ്പോയി. നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആദർശേ. അത് നന്ദികേടല്ലേ? ആ മനുഷ്യൻ നിന്റെ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, ബീച്ച് സൈഡിലുള്ള പ്രോജക്റ്റിന്റെ കാര്യത്തിൽ മന്ത്രിയെ കാണാൻ നമ്മൾ ഏതെല്ലാം രീതിയിൽ ശ്രമിച്ചതാ. അന്ന് അത് നടന്നില്ല. എന്നിട്ട് സൂരജിന്റെ മുത്തശ്ശനല്ലേ മന്ത്രിയെ കാണാൻ വഴിയൊരുക്കിയത്. ഒരിക്കൽ നമ്മളെ സഹായിച്ച ഒരാൾ ഒരാവശ്യവുമായി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും വിഷമിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അല്ല, ഞാനങ്ങനെ കടുപ്പിച്ച് പറഞ്ഞൊന്നുമല്ല. സംസാരിച്ച കൂട്ടത്തിൽ എല്ലാത്തിനും ഉത്തരവാദി ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞു. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിക്കോട്ടെ, പക്ഷെ സൂരജിന്റെ കാര്യത്തിൽ നീ കുറച്ചുകൂടെ സീരിയസ് ആവണം. എത്രയും പെട്ടെന്ന് സൂരജിനെ കണ്ടെത്തിക്കൊണ്ട് വരണം. അമ്മേ, ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് പറയാൻ എളുപ്പമാ. പക്ഷേ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടാതെ ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റില്ല ആദർശേ. ഗ്രൗണ്ട് ലെവലിൽ നന്നായി അന്വേഷിച്ചാലേ സൂരജിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടൂ. അല്ലാതെ ഏതെങ്കിലും പോലീസുകാർക്ക് കുറെ പണം കൊടുത്തിട്ട് സൂരജിനെ കൊണ്ടുതരാൻ പറഞ്ഞാൽ അവരാരും കൊണ്ടുതരില്ല. പോലീസുകാരല്ലേ അന്വേഷണം നടത്തുന്നത്. അവരോടല്ലാതെ വേറെ ആരോടാ ഞാൻ അന്വേഷിക്കാൻ പറയേണ്ടത്? അതോ ഞാൻ തന്നെ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കണമെന്നാണോ ആന്റി പറയുന്നത്? അതെ, നീ തന്നെ ആത്മാർത്ഥമായിട്ട് ആദ്യം മുതലേ അന്വേഷിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഇതിനകം സൂരജിനെ കണ്ടുപിടിച്ചേനെ. പോലീസുകാർക്ക് സൂരജിനെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യവുമില്ല. സൂരജിനെ തിരികെ കിട്ടിയാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന കൈക്കൂലി കൂടി മുടങ്ങിപ്പോവില്ലേ എന്ന് അവര് കരുതും. അതുകൊണ്ട് സൂരജിനെ കണ്ടുപിടിക്കാൻ ഒരു ഉത്സാഹവും കാണിക്കില്ല. അതെ, അതിലും നല്ലത് അവിടെയുള്ള വല്ല ഓട്ടോക്കാർക്കോ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കോ കുറച്ച് പണം നൽകി അവരെ അന്വേഷിക്കാനും വിവരം കിട്ടി അറിയിച്ചാൽ വീണ്ടും പണം തരാമെന്നും പറയുന്ന നല്ലത്. അങ്ങനെയാണ് മുത്തച്ഛൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലൊരാളാ ഈ കാറിൽ കയറ്റി സൂരജിനെ കൊണ്ടുപോയ കാര്യം വിളിച്ചറിയിച്ചത്. അപ്പൊ ആ ഐഡിയ വർക്കൗട്ടായി, ശരിയല്ലേ? അതെ ആദർശേ, ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിലുറപ്പിച്ചിറങ്ങിയ അതിൽ വിജയം ഉണ്ടാവും. അതല്ലാതെ അത് വരും പോലെ വരട്ടെ എന്നാണ് ആറ്റിറ്റ്യൂഡെങ്കിൽ അതിന്റെ റിസൾട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമേ. സൂരജൻ ആക്സിഡന്റ് പറ്റിയെന്ന് അറിഞ്ഞ അന്ന് തന്നെ ഞാനും ഹരിയെങ്കിലും അവിടെ പോയി ആകാവുന്ന രീതിയിലൊക്കെ അന്വേഷിച്ചതാ. എന്നിട്ട് ഒരു വിവരം കിട്ടിയില്ലല്ലോ. അത് കഴിഞ്ഞും എത്ര തവണ ഞാൻ അവിടെ പോയി. ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ ആത്മാർത്ഥത ഇല്ലാതെയാണ് അന്വേഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയല്ല ആദർശേ. മാധവി ഇപ്പോഴത്തെ കാര്യമാ പറഞ്ഞത്. മീര ഇപ്പൊ ഇവിടെ ഇല്ല. സൂരജിന്റെ മുത്തശ്ശനോട് നീയായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചു. മൊത്തത്തിൽ അവരോടിപ്പോ നിനക്കൊരു താല്പര്യക്കുറവുണ്ട്. അത് സൂരജിനെ അന്വേഷിക്കുന്ന കാര്യത്തിലും ഉണ്ടായാൽ അവനെ കണ്ടെത്താൻ ഇനിയും നാളുകൾ എടുത്തേക്കും. അവസാനം ഇതിന്റെ എല്ലാം കുറ്റം നിന്റെ തലയിൽ തന്നെ വരികയും ചെയ്യും. അതെങ്ങനെ വരാനാ? ഞാനിതിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിന്റെ കമ്പനിയുടെ ആവശ്യത്തിന് നീ കൊണ്ടുപോയ സ്റ്റാഫിന് എന്ത് സംഭവിച്ചു? അതിന് നീ ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. സൂരജ് മീരയുടെ ബ്രദർ ആയതുകൊണ്ടാ ആരും നിന്നെ ചോദ്യം ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇതിപ്പോ വലിയൊരു കേസായേനെ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വേണ്ട എന്താന്ന് വെച്ച് ചെയ്യണം. ശരി, ഞാൻ നാളെ രാവിലെ തന്നെ പോവാം. സൂരജിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. അത് മതി മോനെ.
ആദർശേട്ടൻ സൂരജിനെ കുറിച്ച് അന്വേഷിക്കാൻ കർണാടകയിലേക്ക് പോയിന്ന് അറിഞ്ഞത്. സൂരജിന്റെ മുത്തശ്ശൻ ആദർശിനെ കണ്ട് സംസാരിച്ചപ്പോ ആദർശ് വലിയ താല്പര്യമില്ലാതെ ആദ്യം സംസാരിച്ചത്. പിന്നെ എങ്ങനെയാണോ മനസ്സു മാറി ഇപ്പൊ പോയത്? മുത്തശ്ശനോട് താല്പര്യമില്ലാതെ സംസാരിച്ചതാവില്ല. ചിലപ്പോ ആദർശേട്ടൻ പറഞ്ഞതിനെ മുത്തശ്ശൻ അങ്ങനെ തെറ്റിദ്ധരിച്ചതാവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആദർശിന് സൂരജുമായുള്ള ബന്ധം മീര വഴിയാ. നിങ്ങൾ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥിതിക്ക് സൂരജിന്റെ കാര്യത്തില് ആദർശിന് എന്ത് ആത്മാർത്ഥത ഉണ്ടാവാനാ? അങ്ങനെ പറയല്ലേ ബീനാമേ. സൂരജിനോട് ഒരു താല്പര്യം ഇല്ലെങ്കിൽ ആദർശേട്ടൻ ഇപ്പോ സൂരജിനെ അന്വേഷിച്ചു പോവോ? അങ്ങനെ പറയാൻ പറ്റില്ല മീര. എല്ലാവരും ആദർശിനെ നിർബന്ധിക്കുമ്പോ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ടെങ്കിലും ആദർശിന് പോയല്ലേ പറ്റൂ. ആദർശ് ഇന്ന് പോവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛനും കൂടെ പോയേനെ. അച്ഛൻ ഒറ്റയ്ക്ക് ചെന്നാ അവിടെ ആരും വില കൊടുക്കില്ല. അത് മാത്രമല്ല, ഭാഷയുടെ പ്രശ്നങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ആദർശിന്റെ ഒന്നും കാലു പിടിച്ച് നടക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഇപ്രാവശ്യം സൂരജിന് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. സൂരജിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോയിന്നറിഞ്ഞത് സത്യമാണെങ്കിൽ CCTVയുടെ സഹായത്തോടെ ആ കാർ എങ്ങോട്ടാ പോയെന്ന് കണ്ടുപിടിക്കാലോ. എനിക്കറിയില്ല മീര. എങ്ങനെയെങ്കിലും എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ബീനാമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. സൂരജൻ തിരിച്ചു വന്ന് മീരമോളും ആദർശും പഴയ പോലെ സ്നേഹത്തിലും കഴിയാൻ തുടങ്ങിയ എന്റെ സങ്കടങ്ങളെല്ലാം അവസാനിക്കും. അതിനുവേണ്ടിയാ എന്റെ കാത്തിരിപ്പും പ്രാർത്ഥനയും എല്ലാം. ഞാനും അതേ പ്രാർത്ഥനയിൽ തന്നെയാ ബീനാമ്മേ. പക്ഷേ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ആവണമെന്നില്ലല്ലോ. അതിന്റെ വഴികളുടെ രഹസ്യം എന്താണെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അതും സത്യോ. വിധി നമ്മളെ കൊണ്ട് എന്തൊക്കെയാ ഓരോ സമയത്തും ചെയ്യിപ്പിക്കുന്നതെന്ന് പിന്നീട് ഓർത്തു നോക്കിയാ നമ്മൾ തന്നെ അമ്പരന്നു പോവും. ഓരോ സമയത്തും നമുക്ക് ഓരോ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നും. അതിന്റെ പിന്നാലെ നമ്മുടെ മനസ്സും പോവും. അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്കെല്ലാം നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ബീനാമ്മ എന്തൊക്കെയാ പറയുന്നേ? മനസ്സിന്റെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാൻ പോലും എനിക്കൊരു വഴിയില്ല മീരമോളെ. അതെന്താ? എന്താണെങ്കിലും ബീനാമ്മയ്ക്ക് എന്നോട് പറയാലോ. ഇല്ല മോളെ, ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറയേണ്ട ഒരു അവസരം വന്നാ ഞാൻ എല്ലാം പറയാം. പക്ഷേ അന്ന് മോൾ എന്നെ തള്ളി പറയരുത്. എന്താ ബീനാമ്മ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നേ? ഞാൻ ഒരിക്കലും ബീനാമ്മയെ തള്ളി പറയില്ലെന്ന് ബീനാമ്മയ്ക്ക് അറിയില്ലേ? അങ്ങനെയല്ല. ഓരോ സാഹചര്യങ്ങളും മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും. അവരൊരിക്കലും ജീവിതത്തിൽ ചെയ്യില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഭാവിയിലെ കാര്യങ്ങളിൽ നമ്മൾ വാക്കുകളും സത്യങ്ങളും ഒന്നും നൽകാതിരിക്കുന്നതാ നല്ലത്. ബീനാമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്താണെങ്കിലും മനസ്സ് തുറന്ന് ഈശ്വരനോട് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രശ്നങ്ങളെ ഭഗവാൻ സ്വീകരിക്കുന്നതോടെ മനസ്സിലെ ഭാരം ഒഴിയും. ഉള്ളിൽ ഭക്തിയും ഈശ്വര ചിന്തയും മാത്രം നിറയും. അതാ എന്നും സ്ഥിരമായിട്ട് നമുക്ക് വേണ്ടതും. അതൊക്കെ മോളെ പോലെ ഭാഗ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമോ. അത്രയൊന്നും നിറവുള്ള ഭക്തിയൊന്നും എനിക്കില്ല മോളെ. എന്നാലും പ്രാർത്ഥന ഉണ്ടായാൽ മതി. അതുണ്ട്. എങ്കിലെല്ലാം ശരിയായിക്കോളൂ. മീരയുടെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയ്ക്ക് വലുതാണെന്നോ ആദർശ് ഇങ്ങനെ മാറിപ്പോയെന്നോ ഞാൻ കരുതിയിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ പെട്ടെന്നാണ് മനോജെ ആളുകൾ സ്വഭാവം മാറ്റുന്നത്. ആദർശിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മീരയെ ആദർശിനെ ഏൽപ്പിക്കുമ്പോൾ എന്നും അവൾ സുരക്ഷിതയായിരിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം എന്റെ സമാധാനമായിരുന്നു മനോജ്. ഇപ്പൊ എന്റെ മോളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുക. വിവാഹം എന്നൊരു ചിന്ത പോലും ഇല്ലായിരുന്ന എന്റെ മീരമോളെ വിവാഹത്തിന് നിർബന്ധിച്ചതും വിവാഹം നടത്തിയതുമല്ല ഞാനല്ലേ. ഹരി വിഷമിക്കാതെ. മീരയ്ക്ക് ഏറ്റവും അനുയോജ്യവും തോന്നിയ ഒരു വിവാഹമല്ലേ അവൾക്ക് വേണ്ടി നമ്മൾ നടത്തിക്കൊടുത്ത്. ആളുകളുടെ മനസ്സ് തുറന്നു നോക്കി കണ്ടുപിടിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ആദർശിനെ പോലൊരു ചെറുപ്പക്കാരൻ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കുമെന്ന് ആരെങ്കിലും ഓർത്തോ?
മീര എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൻ ഇങ്ങനെ അവഗണിക്കുന്നത് പോലും അറിയില്ല. മനോജിനെ അറിയാലോ, വിവാഹം കഴിഞ്ഞത് മുതൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴൊന്നും ആദർശിനെ തള്ളി പറയാതെ ആദർശിന് വേണ്ടി നിന്നില്ലേ മീര? സത്യത്തിൽ ഇത് നന്ദികേടാ. ശരിക്കും പരാതി പറയേണ്ടിയിരുന്നതും ആദർശിനെ അകറ്റി നിർത്തേണ്ടിയിരുന്നതും നമ്മളാ. അന്നൊന്നും നമ്മളത് ചെയ്തില്ല. എല്ലാം കഴിഞ്ഞ് അവരിപ്പോ പഴയതൊക്കെ മറന്നു എന്ന് വേണം കരുതാൻ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മീര ആദർശിനെ കുറ്റം പറയുന്നില്ല. ആദർശ് എന്ത് ചെയ്താലും അതിലൊരു ശരി ഉണ്ടാവുന്ന എന്റെ മോള് പറയുന്നേ. അവൾക്ക് അങ്ങനെ പറയാനേ കഴിയൂ ഹരി. അതാ മീരയുടെ മനസ്സ്. ഒരിക്കൽ ആദർശിന് അവൻ ഇപ്പൊ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാക്കി മീരയുടെ കാല് പിടിക്കും. നോക്കിയോ, അതെനിക്ക് ഉറപ്പാ. എനിക്കൊന്നും അറിയില്ല. ഒരു തീരുമാനം എടുക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നാമതേ സൂരജിന്റെ വിവരങ്ങളൊന്നും അറിയാതെ ടെൻഷനും പേടിയും മനസ്സിലുണ്ടായിരുന്നു. ഇപ്പതാ ഇതും. വിഷമങ്ങളൊന്നും പുറത്തു കാണിക്കാതെ മനസ്സിലൊതുക്കി മടുത്തു മനോജ്. സത്യത്തിൽ ഞാനൊന്നും മനസ്സ് തുറക്കുന്നത് മനോജിന്റെ മുന്നിൽ മാത്രമാണ്. എന്റെ വിഷമങ്ങൾ പുറത്തു കാണിച്ചാൽ എനിക്കത് കൂടുതൽ സങ്കടമായാലോ എന്ന് കരുതി ഞാനെല്ലാം മനസ്സിലൊതുക്കും. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സങ്ങനെ തന്നെയല്ലേ. ഒന്നും മനസ്സുകൂർന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ലല്ലോ. വിദ്യയുടെ കാര്യത്തിൽ കുറച്ചു നാളായി ഞാനും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സൂരജ് പോയ നാൾ മുതൽ വിദ്യയുടെ അവസ്ഥ ഹരിക്കറിയാമല്ലോ. അമ്മയ്ക്കും ധന്യയ്ക്കുമൊക്കെ ധൈര്യം കൊടുത്ത് ഞാൻ എൻ്റെ സങ്കടം മനസ്സിലൊതുക്കും. എനിക്കറിയാം മനോജ്, ഏതായാലും ഭഗവാൻ നമ്മളെ കൈവിട്ടിട്ടില്ല. അതല്ലേ വിദ്യമോൾക്ക് ചെറുതായാലും ഒരു മാറ്റമുണ്ടായത്. അതൊരാശ്വാസമെന്ന് വേണം പറയാൻ. അതിന് കാരണക്കാരി മീരമോളാ. വിദ്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിന് ധൈര്യം കൊടുത്ത് നൃത്തത്തിലേക്ക് തിരിച്ചതും എല്ലാം അവള് തന്നെ. അതവളുടെ കടമയല്ലേ മനോജ്? എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന എന്റെ കുഞ്ഞിനെന്താ ഇങ്ങനൊരു വിധി? എല്ലാം ശരിയാവും. ആദർശിന്റെ മനസ്സിൽ എന്തോ ഒരു കനല് വീണതാ. അത് ഊതിപ്പെരിപ്പിക്കാൻ അവരുടെ വീട്ടിൽ തന്നെ ആളുണ്ടല്ലോ. ആ അഭിരാമിക്ക് തുടക്കം മുതലേ മീരയോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ കുട്ടി തന്നെയാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആദർശിനെയും മീരയും തമ്മിൽ അകറ്റിയത്. അതൊന്നും എനിക്കറിയില്ല. പിന്നെ അഭിരാമി പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യ ഉപേക്ഷിക്കാൻ മാത്രം ഇടുങ്ങിയ മനസ്സാണോ ആദർശന്? ഇപ്പൊ എനിക്ക് തോന്നുന്നു മനോജെ, മീരയുടെ വിവാഹ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന്. മീരയുടെ ഭാഗ്യമാണെന്ന് കരുതി നമ്മളെക്കാൾ വലിയൊരു ബന്ധം വന്നപ്പോൾ അത് നടത്തി കൊടുത്തു. അവിടെയാണ് എനിക്ക് തെറ്റിയത്. എപ്പോഴും നമ്മളെക്കാൾ താഴ്ന്ന സ്ഥലത്ത് നിന്ന് മക്കൾക്ക് വിവാഹം നടത്തുന്നതാ നല്ലത്. അതാകുമ്പോൾ അവർക്ക് അവിടെ വാല്യൂ ഉണ്ടാവും. ഇതൊക്കെ ഹരിയുടെ വിഷമം കൊണ്ട് തോന്നുന്നതാണ്. നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. എടുത്തു ചാടി ഇടപെടുന്നത് അത്ര നല്ലതല്ല. സൂരജിന്റെ കാര്യത്തിൽ ഇനി നമ്മൾ എന്താ മനോജ ചെയ്യുക? മീരയായി പ്രശ്നത്തിലിരിക്കുന്നതുകൊണ്ട് സൂരജിനെ കുറിച്ച് ആത്മാർത്ഥമായിട്ട് ആദർശം അന്വേഷിക്കുമെന്നോ കണ്ടെത്താൻ ശ്രമിക്കുമെന്നോ ഇപ്പൊ വീട്ടിൽ ഉൾപ്പെടെ ആർക്കും പ്രതീക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രമിക്കുന്നതാ നല്ലത്. അതെ, എങ്ങനെയും സൂരജിനെ കണ്ടെത്തണം. ഒരുപക്ഷെ സൂരജ് തിരിച്ചു വന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കും. നമ്മളെ കൊണ്ടാവും പോലെ നമുക്ക് ശ്രമിക്കാം. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? രാഘവൻ ചേട്ടനല്ലേ? അതെ, ഇത് തന്നെയാണ്. ആരാ നിങ്ങൾ? മനസ്സിലായില്ല. ചേട്ടന് ഞങ്ങളെ അറിയില്ല, അതുകൊണ്ടാ മനസ്സിലാവാത്തത്. ഞങ്ങളുടെ ബോസുമായി നിങ്ങൾക്ക് ചില ഇടപാടുകളുണ്ടായിരുന്നു. അതിന്റെ കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കേണ്ട സമയമായി. അതിനുവേണ്ടിയാ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ചേട്ടനെ തേടി കണ്ടുപിടിച്ചത്. നിങ്ങളുടെ ബോസുമായിട്ട് എനിക്ക് എന്ത് ഇടപാടുണ്ടെന്നാ പറയുന്നത്?
നിങ്ങളുടെ തമ്മിൽ നേരിട്ട് ഇടപാടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി 10-30 ലക്ഷം രൂപ അഡ്വാൻസ് ആയി നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് പണം തന്ന ദാസൻ ഇപ്പൊ ജയിലിലാണ്. പക്ഷേ ദാസനെ പണം ഏൽപ്പിച്ച ഞങ്ങളെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. മറ്റു ചില കാര്യങ്ങളിൽ തിരക്കായിരുന്നുകൊണ്ടാ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇത്രയും കാലതാമസം ഉണ്ടായത്. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അഡ്വാൻസും കൊടുത്തിട്ട് അത് പാതി വഴിയിൽ നഷ്ടത്തിൽ അവസാനിപ്പിക്കുന്ന ശീലം ഞങ്ങളുടെ ബോസിനില്ല. കോടികളുടെ ലാഭം മുന്നിൽ കണ്ടാണ് അത്രയും പണം യാതൊരു ഉറപ്പുമില്ലാതെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങൾ തെറ്റുകാരല്ല. ഞങ്ങൾ വിഗ്രഹം ദാസനെ ഏൽപ്പിച്ചതാ. പോലീസ് അയാളെ പിടിച്ചത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന കഥയല്ലല്ലോ ഇത്. ഞങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. ആ വിഗ്രഹത്തിന്റെ ചരിത്രം പോലും ഇപ്പോൾ നിങ്ങളെക്കാൾ നന്നായി ഞങ്ങളുടെ ബോസിനറിയാം. ദേവാ ബിൽഡേഴ്സിന്റെ കൃഷ്ണപുരത്തുള്ള പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ കുടുംബക്കാരെയൊക്കെ ചേർത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അവിടെ മുമ്പുണ്ടായിരുന്നൊരു ക്ഷേത്രം പുതുക്കി പണിത് ആ വിഗ്രഹം അവിടെ വീണ്ടും പ്രതിഷ്ഠിച്ചു. അവിടെ പൂജ നടത്തുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണല്ലേ? അതുകൊണ്ട് ഇനി അധികം സംസാരമൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആ വിഗ്രഹം ഉടനെ എടുത്തു തരണം. അല്ല, നിങ്ങളുടെ ബോസ് ഇത്രയൊക്കെ അന്വേഷിച്ച സ്ഥിതിക്ക് ആ വിഗ്രഹത്തെക്കുറിച്ചോ അതിന്റെ ശക്തികളെക്കുറിച്ചോ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ വിഗ്രഹം എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് നിലം തൊടാനാവാതെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് അത്തരം ചിന്തകളൊന്നും മനസ്സിലുണ്ടാവാതെ നോക്കുന്നതാണ് നല്ലത്. ശരി, സമ്മതിച്ചു. വിഗ്രഹത്തിന്റെ കാര്യത്തിലെ കഥകളൊക്കെ ബോസിനും അറിയാം. അതുകൊണ്ട് വിഗ്രഹം വേണമെന്ന വാശിയൊന്നും ഞങ്ങൾക്കില്ല. എന്ന് കരുതി ഞങ്ങൾക്ക് നഷ്ടം സഹിക്കാനും പറ്റില്ല. അതുകൊണ്ട് അഡ്വാൻസായി കൈപ്പറ്റിയ പണം അടക്കം 1 കോടി രൂപ തന്ന നമുക്കിത് അവസാനിപ്പിക്കാം. അതാ ബോസ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നിങ്ങളുടെ ബോസ് തീരെ വിവരമില്ലാത്ത ആളാണല്ലേ? കാൽ കാശിന് ഗതിയില്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന എന്നെ പിടിഞ്ഞാ പോലും നിങ്ങൾക്ക് പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളെ പിഴിയാതെ തന്നെ പണമൊക്കെ ഞങ്ങൾക്ക് കിട്ടും. അതിനുള്ള വഴി ഞങ്ങളുടെ കയ്യിലുണ്ട്. രാഘവൻ ചേട്ടൻ പ്രായമായ ആളാ. അതുകൊണ്ട് വളരെ ഡീസൻ്റായി ഇടപെടണമെന്നാണ് ബോസ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇത്രയും നേരം ഞങ്ങളിങ്ങനെ മര്യാദയ്ക്ക് സംസാരിച്ചത്. നിങ്ങൾ എങ്ങനെ സംസാരിച്ചാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ എനിക്ക് സമ്മതിക്കാൻ പറ്റൂ. അത് ന്യായം. പക്ഷേ നിങ്ങൾ വിചാരിച്ച പണമൊക്കെ കിട്ടും. അത് തരാൻ സാധിക്കുന്ന ആൾക്കാരുടെ ബന്ധുബലമൊക്കെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ആ പണം ഞങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്കൊരു സമ്മാനം ഞങ്ങൾ തരും. അതെ, മരിച്ചു പോയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ നിങ്ങൾ തേടി നടക്കുന്ന കൊച്ചുമോൻ സൂരജ് ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ പണം തരുമ്പോൾ സൂരജിനെ ഞങ്ങൾ വിട്ടുതരും. എന്റെ ഭഗവാനെ, സൂരജ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് അവനെ കാണണം. ആദ്യം നിങ്ങൾ പണം സംഘടിപ്പിക്കൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 30 ലക്ഷം രൂപ ഞാൻ തരാം. അതിൽ കൂടുതൽ പണം കിട്ടാൻ ഒരു വഴിയുമില്ല. ആ പണം സ്വീകരിച്ചിട്ട് എന്റെ സൂരജിനെ എനിക്ക് വിട്ടു തരണം. ഇല്ല ഏട്ടാ, നടക്കില്ല. 1 കോടി തികച്ചും തരാതെ ഒരു കോംപ്രമൈസും ഇല്ല. ചേട്ടൻ എല്ലാവരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്ത്. ഞങ്ങൾ പിന്നെ വരാം. അപ്പൊ തീരുമാനം പറയണം. വാടാ. അല്ല, ഞാൻ പറയുന്ന ഒന്ന്. ഈശ്വര, ആ, അച്ഛനായിരുന്നോ? വാ, കേറി വാ. ഹരി എവിടെ മോളെ? പുറത്തു പോയിരിക്ക. ഓ, നന്നായി. മീരമോൾ ഉണ്ടോ അവിടെ? ഉണ്ട്.
അച്ഛൻ ഇരിക്കേ. മോളെ, ഒരു പ്രശ്നമുണ്ട്. എന്താച്ചാ? എന്നെ രണ്ടുപേരും വന്ന് കണ്ടിരുന്നു. അവര് പണ്ട് നമുക്ക് വിഗ്രഹത്തിന് വേണ്ടി അഡ്വാൻസ് വന്ന ആൾക്കാരാ. അതിന് നമുക്ക് കാശ് തന്ന ആള് ജയിലിലല്ലേ? ഇവര് അയാൾക്ക് പണം കൊടുത്തവരാ. ഇപ്പൊ നമ്മളെ തേടി പിടിച്ചു വന്നിരിക്കുക. നമുക്കതുമായൊന്നും ഒരു ബന്ധമില്ലെന്ന് അച്ഛന് പറയായിരുന്നില്ലേ? അങ്ങനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ബീനെ. അതെന്താ? നമ്മുടെ സൂരജ് ഇപ്പൊ അവരുടെ കസ്റ്റഡിയില്ല.